ആൾക്കാർക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി. ഇതാണ് ഒരു സ്റ്റാഫ്, ബംഗ്ലാദേശിയാണ് സ്റ്റാഫ്. പിന്നെ ഒരു സുഡാനിയുണ്ട്. ഇപ്പോൾ വൈകുന്നേരം അതിൻ്റെ വൈബുകൾ. ഇപ്പോൾ ഉച്ച സമയത്തൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോൾ നല്ല ആൾക്കാരുണ്ടാവും. മണിക്കൂറേക്ക് 350 റിയാലാണ് വാങ്ങിക്കുന്നത്. ये कितना है? इसमें कितना लेते हैं? ये भी भाड़े पे जाते हैं ना? ये कितने लेते हैं? हाँ 10 आदमी जाते इसमें. और कैसे पैसा कितना? 1 घंटा 600 रियाल. अच्छा वो बाइक एक घंटा 350 ना? बाइक 600 है अभी. 1 घंटे के लिए 600 है क्या? ഒരു മണിക്കൂറൊക്കെ അതായത് 15 मिनट के 150. അരമണിക്കൂർ. ഇത് 15 മിനിറ്റേക്ക് ബോട്ട് 10 പോവാ. 15 മിനിറ്റേക്ക് 200 അത് 15 മിനിറ്റേക്ക് 150. അരമണിക്കൂറേക്ക് 300, 1 മണിക്കൂറേക്ക് 600 കേട്ടോ. മണിക്കൂർ ആദ്യം 350, പക്ഷെ 350 600. നല്ല അടിപൊളി വൈബാണ്. ബോർഡറൊക്കെ ഉണ്ട്, കറങ്ങാൻ പറ്റിയ ബോർഡറൊക്കെ ഉണ്ട്. പിന്നെ കാട് ബംഗ്ലാദേശിയാണ്. ഇപ്പോൾ ഉച്ചകായതുകൊണ്ട് ആളുമില്ല. ഏകദേശം രാത്രിയാവും നല്ല ആൾക്കാർ വരാൻ വേണ്ടി. ഓക്കെ ബൈ ഇൻഷാല്ലാ. ജെഡിസ്കി 6 കേട്ടോ. ജെഡിസ്കി 6 ഇത് ഞാനാകരുതി 300, പക്ഷെ മണിക്കൂറൊക്കെ 600 റിയാൽ കേട്ടോ. 600 റിയാൽ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് ആരും ആളില്ല. വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങും. ജെഡിസ്കി 600 റിയാലാണ് ഒരു മണിക്കൂറേക്ക്. പക്ഷെ ആ ബോട്ടുണ്ടല്ലോ അത് 10 പോവാ. അത് മണിക്കൂറേക്ക് വാങ്ങിക്കുന്നുള്ളത് അത് 600 തന്നെ. പക്ഷെ അത് 15 മിനിറ്റേക്ക് അത് 200 റിയാൽ. ഇത് 15 മിനിറ്റേക്ക് ആണെങ്കിൽ 150 റിയാൽ കിട്ടും. അരമണിക്കൂറേക്ക് ഇത് 300 റിയാൽ. അത് അരമണിക്കൂറേക്ക് 300 റിയാലാണ്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം. ആർക്കും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഫാമിലി ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. സ്റ്റേ ചെയ്യുന്നത് ഒരു കമ്പനി, ഒരു വലിയ കമ്പനീൻ്റെ എല്ലാം സ്റ്റാഫിനെല്ലാം ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഫോൺ നമ്പർ. താല്പര്യമുള്ള ഈ ഫോൺ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടാ. ഓക്കെ, ഇപ്പോൾ ഏതായാലും നമുക്ക് വിടാം. ബോട്ട് 3 ഇവിടെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. 3 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 2 ഇപ്പോൾ അവിടെ ഇറക്കിയിട്ടുള്ളൂ. പിന്നെ അവിടെ ഇതുണ്ട് കേട്ടോ, ബൈക്ക്, സൈക്കിള്, സ്കൂട്ടി ഇതൊക്കെ അവിടെ റെൻ്റ് ഉണ്ട് കേട്ടോ ഓൺലൈനിൽ. നല്ല ഇതൊക്കെ നല്ല ലൈറ്റ്. രാത്രി കാണാൻ ഭയങ്കര വൈബ്. അതിനകത്ത് ഫുൾ ലൈറ്റൊക്കെ ആക്കിയിട്ട് പാർക്കിൽ. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കഫീലിൻ്റെ ഈ കാണുന്നതും നമ്മുടെ കഫീൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. റിസോർട്ടും കഫീലിൻ്റെതാണ്. അതിൽ ആൾക്കാർ പോയിട്ട് റെൻറ്റിന് പോയിട്ട്. അപ്പുറത്ത് കാണുന്ന കടലാണ്. ഞാൻ പറയാം റാ ടൈപ്പിലാണെന്നുള്ളത് കടലും. ഇവിടെ തന്നെ ബൈക്ക് റേസിംഗ് ഉണ്ട് കേട്ടോ. ബൈക്ക് അതായത് ദബ്ബാബ് കണ്ടില്ലേ, മണിക്കൂറൊക്കെ 80 റിയാലാണ് വാങ്ങിക്കുന്നത് മണിക്കൂറേക്ക്. രാത്രി നല്ല വൈബാണ്, ഫുള്ള് ലൈറ്റെല്ലാം ആക്കിയിട്ട്. പിന്നെ ഇവിടെ ജമ്പിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ 3 ചെറിയൊരു ബൂഫിയ പോലെ സാധനം 3 ഒന്നെടുത്തുകൊണ്ട് കേട്ടോ. ഇന്നലെ 3 ഉണ്ടായത് രാത്രി. പിന്നെ ഇതാണ് കുട്ടികൾ കളിക്കാനുള്ള ജമ്പിങ്. അത് കൊണ്ടല്ലോ വീക്കെൻഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിന് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ഞാൻ ഇതിൽ ചെയ്യാം. ജമ്പിങ്ങിന് എടുത്താളെ ജമ്പിങ് അടിപൊളി ജമ്പിങ്ങാണ്. ജമ്പിങ് ഒരു കുട്ടിക്ക് ഒരാൾക്ക് 20 റിയാൽ ഒരാൾക്ക് അൺലിമിറ്റഡ്. ഇപ്പോൾ സമയം ഇവിടെ 6 മണിയായി. 12 മണിക്ക് ക്ലോസ് ചെയ്യും. 12 വരെ ഉണ്ട്. 12 വരെ ഫുൾ ജമ്പിങ് ആണ്. പിന്നെ ഈ സൈക്കിൾ ഇതുണ്ടല്ലോ, ഈ വണ്ടി 10 മിനിറ്റേക്ക് 10 റിയാൽ. പിന്നെ അപ്പുറം ദബ്ബാബ് ഉണ്ട്, ദബ്ബാബ് മറ്റേ സൈക്കിള്, സ്കൂട്ടി. അതിന് മണിക്കൂർ എത്ര എന്നുള്ളതല്ല. നോക്കാം, അങ്ങോട്ട് പോകാൻ കുറച്ച്. നമ്മുടെ ഫിലിപ്പീൻ ആൻജി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൻജി കൊണ്ട് പിന്നെ ഒരു തൊപ്പിയുണ്ട്. കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പിള്ളേർ നല്ല ജമ്പിങ് ആണ്, ഒരു രക്ഷയില്ല. ജമ്പിങ്, സ്ലിപ്പറി. സ്ലിപ്പാവട്ടെ ഒരു പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൗഡർ ഇങ്ങനെ പൗഡർ വെതറിയിട്ടാണുള്ളത്. ഞാൻ കഴിച്ചത് അതിൽ മണ്ണായിരിക്കും, പക്ഷെ മണ്ണല്ല. മണലെന്ന് വിചാരിച്ചു, പക്ഷെ മണല്ല, പൗഡറാണ്. നല്ല സ്ലിപ്പാണെന്നുണ്ട് അതിനകത്ത്. അതല്ല നല്ല അടിപൊളി വൈബട്ടാ. നല്ല അതിൻ്റെ അപ്പുറ സൈഡ് കാണുന്ന കടലാട്ടാ. അപ്പുറ സൈഡുള്ളത് കടലിന് ഇപ്പുറത്ത് നല്ലൊരു ജമ്പിങ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ജമ്പിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജമ്പിങ് പിന്നെ ഇവിടെ കഴിക്കാനുള്ള സിറ്റിങ്, ഫുഡൊക്കെ കൊണ്ട് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ബൈക്കുണ്ട്. ഇതിനകത്തെല്ലാം ഫുള്ള് വില്ലാണ്. ഒരുപാട് വില്ലകൾ ഇതിനകത്ത്, റിസോർട്ടുകൾ
പിന്നെ അപ്പുറം കാണുന്നതാണ് ഇത് ചെറിയ കോഫി ഷോപ്പായിട്ട് 2 ഉണ്ട്, 2 3 ഉണ്ട് കോഫി ഷോപ്പ്. ബിരിയ, ഇതിൻ്റെ പേരെന്ത്, ബിരിയ. കുറച്ച് നേരം അങ്ങോട്ട് പോയേക്കാൻ പറ്റും. ചെറിയ കുട്ടികളുണ്ട്, കയറുന്ന കണ്ട. Meron kasing bago dito. May bago kasi dito. Usaray kayarito naman. Slide. Katulong ng kasama. Ada bottle tayo karni. Bottle tayo karni dahil hindi പോകാൻ ചാടാനൊന്നും നോക്കും. അതിൽ തന്നെ ചാടുന്നുള്ളത്. ഷൂഫ്. But then she മുഷ്കിൽ ആദാ. But then he want to slide here, not in a bahay. Other side. Oh my god. Oh my goodness, what the hell? Ano pangalan niya? Hindi ba yun? Kaya തന്നെ ഇറങ്ങുന്നുണ്ട് You want to slide hina. Oh, saan pupunta to mga malambukay na to na hindi sumama si she cry? Why? Because she want to go here. Because her friend is here. വെളിച്ചില്ലാത്തതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല കേട്ടോ. നല്ല അടിപൊളി വൈബുള്ള സ്ഥലം കേട്ടോ. ഇത് ഇപ്പോൾ സൈഡ് കടലാണ്, പക്ഷെ അങ്ങോട്ട് വെളിച്ചില്ലാത്തതുകൊണ്ട് മൊബൈലത്ത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അല്ലേ, കടൽ നികത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. ഞാനൊരു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ ഫുൾ പകലുള്ള ഒരു വീഡിയോ ഉണ്ട്. കടലിൻ്റെ ഇതൊക്കെ കടൽ നികത്തിയിട്ടാണ് അപ്പുറത്തെല്ലാം കാണുന്നില്ല, അതിലുണ്ടാക്കിയ ഒരു ഐലൻഡ് പോലെ ഉണ്ടാക്കിയതാണ്. ഒരു എസ്റ്റേറ്റ് പോലെയാണുള്ളത് ഇത്. അങ്ങോട്ട് കടൽ നീട്ടി വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഇതേപോലെ ഈ ഭാഗത്തുണ്ട് കേട്ടോ. ഭാഗത്ത് പോലെ ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ വില്ലേൻ്റെ അപ്പുറത്ത് കടലാണ്, അതിനപ്പുറത്ത് ഇതേപോലെ കടൽ നികത്തിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പകലുള്ളൊരു കാഴ്ചയിൽ കാണാം. വീഡിയോയിൽ എത്ര കാണുന്നുണ്ട് വരെ നല്ല രസമുണ്ട്. നമ്മളെ കഫീലിൻ്റെ സ്റ്റാഫാണ്. ബഗ്ഗിയും കൊണ്ട് ബഗ്ഗി അത് റെൻ്റ് തന്നെ, മണിക്കൂറേക്ക് 50 റിയാലൊന്ന് വാങ്ങിക്കാം. അതിലിങ്ങനെ സഫാരി ചെയ്യാൻ ഇതൊക്കെ പുതിയ പുതിയ വില്ലകൾ ഇപ്പോൾ വന്നതാണ്. കടൽ നികത്തിയിട്ട് ഫുള്ള് ഉണ്ടാക്കുന്നതല്ലേ. ഫസ്റ്റ് നമ്മൾ കഫീലിൻ്റെ ഫസ്റ്റത്തെ വില്ല നേരെ കാണുന്നതായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, നിങ്ങളത് പോയിട്ട് കാണും. ബാക്കിൽ കടലാട്ടാ, ഇപ്പോഴത് ആ ഭാഗത്താണ്. ഇതിൻ്റെ ബാക്കിലും കടലാണ്. അതിനപ്പുറത്താണ് നമ്മൾ പോയ സ്ഥലം അങ്ങ് അപ്പോൾ കാണുന്നതാണ്, കടലിനപ്പുറത്ത് കാണുന്നത്. ഇതാണ് ആദ്യം ഉണ്ടായ വില്ല. നല്ല റെൻ്റ്. മാസം 1.5 ലക്ഷം, അല്ല മാസമല്ല, 1 വർഷത്തേക്ക് 1.5 ലക്ഷം റിയാലാണ് റെൻ്റ്. അപ്പുറത്തൊക്കെ കടലാണ്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള വില്ല, കഫീലെടുത്തത് വില്ല ഇതാണ്. മൊത്തത്തിൽ 12 വില്ലുണ്ട് ഇതേപോലെ കേട്ടോ. ഇതിനപ്പുറത്ത് കടൽ ഞാൻ കാണിച്ചത്. ഏകദേശം ആൾക്കാരെല്ലാം പോയി. കുറേ വണ്ടിയുണ്ട്. ഇന്നലെ വരുമ്പോൾ 7 വണ്ടിയായിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് പോയി. ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു റാട്ട് ടൈപ്പ്, ഇതാണ് റാട്ട്. ഇത് മൊത്തം ഇങ്ങനെ കടലിങ്ങനെ ചുറ്റപ്പുറത്തോടെ, അത് പിന്നെ മെയിൻ അങ്ങോട്ടായി. ഇത് ഉള്ളിലേക്ക് കുറച്ച് ഇങ്ങനെ നീട്ടിയിട്ട് 2 സൈഡും നികത്തിയിട്ട് വില്ലകൾ ഉണ്ടാക്കി. അതേപോലെ തന്നെയാണ് അപ്പുറം. ഇവിടെ ഇപ്പോൾ വില്ലകൾ, അതിനപ്പുറം കടൽ കഴിഞ്ഞ് പിന്നെ അതിനപ്പുറം കടൽ നികത്തിയിട്ട് വില്ലകൾ ഉണ്ടാക്കി. അപ്പം അങ്ങനെയാണ് ഇത് മൊത്തത്തിൽ ഈ റിസോർട്ടുള്ളത്, അമാജി റിസോർട്ട്. ഇനി നമുക്ക് അകത്തേറ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് കേട്ടോ വില്ല. ഇതൊരു വില്ല. ഇങ്ങനത്തെ മൊത്തത്തിൽ 12 വില്ലയാണുള്ളത്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു റൂമുണ്ട് ഇവിടെ, മജ്ലിസ്. നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള മജ്ലിസ്. ഇത് റിയാദിൽ ഡ്രൈവർ വന്നിരുന്നു, അവൻ്റെ ബാഗാണ് കാണുന്നില്ല. അവനിപ്പോൾ വളരെ തയ്യാറെടുപ്പെല്ലാം റെഡിയായിട്ട് ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവനിവിടെയാണ് കടന്നുറങ്ങിയത്. നല്ല സെറ്റപ്പാണ്. ടി വിയും കാര്യം, ഏസിയും കാര്യമൊക്കെ ഉണ്ട്. ബാത്റൂം കാര്യം സെറ്റപ്പാണ്. അതായത് നമുക്ക് ഇനി സാധനം ലോഡാക്കാനുണ്ട്. സാധനം ലോഡാക്കിയിട്ട് നേരെ ദമാമിലേക്ക്. മുമ്പിൽ തന്നെ നല്ലൊരു പാർക്കുണ്ട്, കുട്ടികൾ കളിക്കാൻ വേണ്ടി നല്ല പാർക്ക്. പിന്നെ അകത്ത് കടൽ, അവിടെ അതിൻ്റെ അകത്ത് ആ ഭാഗത്ത് കടൽ. പിന്നെ ഈ കാണുന്ന റിസോർട്ട് ഉണ്ടല്ലോ, ആ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് പിന്നെ ആൾക്കാർക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ മീൻ പിടിക്കും, എൻജോയ് ചെയ്യും, ഇരിക്കാനുള്ള സൗകര്യം. നല്ല അടിപൊളി വൈബാണ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ പുതിയ പ്രൊജക്റ്റാണ്, പുതിയ വില്ലകളാണ്
ഇവിടെ ഷിഗർ അത് ഫ്ലാറ്റ് പോലെ സിസ്റ്റമായിട്ട് പുതിയ പണിതോടെ വരുന്നുള്ളത്. പണി ഫിനിഷ് ആയിട്ടില്ല. പിന്നെ ഇതിനപ്പുറം കാണുന്നുണ്ടല്ലോ, ഇതിനപ്പുറം അത് കടലാണ്. കടലിൻ്റെ അപ്പുറത്താണ് പിന്നെ മറ്റുള്ള ബിൽഡിംഗ് കാണുന്നില്ല. ആ ലാസ്റ്റ് കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് കടലിൻ്റെ അപ്പുറത്താണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു വെള്ളം ഇങ്ങനെ ഉണ്ട്, ഈ കടലിങ്ങോട്ടേക്ക് നീക്കിയിട്ടുണ്ട്. മണ്ണ് നികത്തിയിട്ട് തന്നെ ഇതാണ്. ഇത് ഇവിടെ പിന്നെ ഫ്രണ്ട് ഇത് പിന്നെ ഈ ഭാഗത്ത് തന്നെ ഇതിനകത്ത് തന്നെ ഒരു ടർഫുണ്ട് കേട്ടോ, ഫുട്ബോൾ ടർഫ്. പിന്നെ ഇത് പള്ളിയാണ് കേട്ടോ, ഈ കാണുന്നത് പള്ളിയാണ്. അവിടെ പുല്ല് കട്ടിങ് മെഷീൻ ഫുള്ള് കട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ള് വർക്കിംഗ് മെയിൻ്റനൻസ് വർക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് കാണുന്നത് അത് മെയിൻ എൻട്രൻസ്. ഈ കാണുന്ന മെയിൻ എൻട്രൻസ്, അതായത് നമ്മളിപ്പോൾ നേരത്തെ വന്ന വഴി എൻട്രൻസാണ്. എൻട്രൻസിൻ്റെ അപ്പുറത്താണ് ഒരു ബക്കാലുള്ളത്, സൂപ്പർ മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല, പുറത്തുനിന്ന് അതിന് എൻട്രൻസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ളവർക്കും ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറാനുള്ള എൻട്രൻസ് ഉണ്ട്, ഒരു ഡോറുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ബക്കാലിൻ്റെ കാഴ്ച കാണാം. ഈ ചെറിയ റൗണ്ട് ബോട്ട് നമ്മൾ റൈറ്റ് നേരത്തെ പോയിട്ടാണ് ഇത് കാണിച്ചത്. കടലിൽ ഇറങ്ങിയിട്ട് റൈസ് ചെയ്യാൻ പറ്റിയ സാധനം, ബോട്ടൊക്കെ ഉള്ള. ഇതിന് മുമ്പിൽ തന്നെ ഒരു ഹദീക്കുണ്ട്, പാർക്ക് ഗാർഡനായിട്ട്. നല്ല രാത്രിയാകുമ്പോൾ നല്ല വൈബ് അതിനകത്ത്, ലൈറ്റെല്ലായിട്ട് ഭയങ്കര രസമാണ്. ഇത് ചെറിയ റൗണ്ട് ബോട്ട്. പിന്നെ സിറ്റി ബൈക്ക് എന്നിട്ട് അവിടെ ഒരു ഫ്രണ്ടിന് ഇതുണ്ട്, സൈക്കിള്, 4 ഇട സൈക്കിള്, 2 ആൾ ചോട്ടാൻ പറ്റിയ സൈക്കിള്. പിന്നെ അതിനപ്പുറത്ത് ഇലക്ട്രിക് സ്കൂട്ടി ഉണ്ട് കേട്ടോ. അല്ല ഓൺലൈൻ ബുക്കിംഗ് അതൊക്കെ. സിറ്റി ബൈക്കിന് ഇവിടെ തന്നെ ഓഫീസുണ്ട്, മറ്റേതെല്ലാം ഓൺലൈൻ ബുക്കിംഗ്. അതിനപ്പുറത്ത് കാണുന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഓൺലൈൻ ബുക്കിംഗ്. അതാണ് ഞാൻ പറഞ്ഞതാ. ഇത് 2 പേർക്ക് സ്റ്റാരിങ് ഒക്കെ ഉണ്ട് കേട്ടോ. 4 പേർക്ക് ചോട്ടുന്നു കേട്ടോ. 4 പേർക്ക് ചോട്ടുന്നത്, 4 ആൾ ഇരുന്നിട്ട് എത്തി. ഫ്രണ്ടിൽ 2 ആളിരിക്കുക, ബാക്ക് 2 ആളിരിക്കുക, 4 ചോട്ടാം. 2 സ്റ്റാരിങ് ഉണ്ട്. ഇതെല്ലാം തന്നെ കേട്ടോ, 4 ചോട്ടുന്നത്. 2 ചോട്ടുന്നുണ്ട്. അങ്ങനെ അത് ഇതാണ് ഇലക്ട്രിക് സ്കൂട്ടിയാണ് ഈ കാണുന്നത്. ഇലക്ട്രിക്കിൻ്റെ ഇത് ഓൺലൈൻ, ഇത് സാധാരണ സൈക്കിള്. അതിനിപ്പുറത്തുള്ളത് ഇത് ഇലക്ട്രിക്, ഇത് ഓൺലൈൻ ആട്ടാ. ഓൺലൈനിൽ നോക്കിയാൽ ഇതാണ് ബക്കാല. നമുക്ക് ബക്കാലിനകത്തേക്ക് കയറാം. ഈ ബക്കാലിൻ്റെ ബാക്ക് സൈഡ്, ഇതിൻ്റെ സൈഡിലൂടെ ഒരു എൻട്രൻസ് ഉണ്ട്. ബക്കാലിനകത്ത് കയറാനുള്ള എൻട്രൻസ് ഉണ്ട്. ഇതാണ് ബാക്ക് സൈഡിന്. റിസോർട്ടിൻ്റെ ഉള്ളിൽ ഉള്ളവർക്ക് ഹായ് അത് കയറാൻ പറ്റിയ ഡോറാണിത്. ബക്കാലിൻ്റെ അപ്പുറ സൈഡ് കാണുന്നതാണ് ആ പുറത്തേക്കുള്ള എൻട്രൻസ്. ഇപ്പോൾ ബക്കാലിൻ്റെ നിന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങി. ഇതാണ് ഫ്രണ്ട് ഡോർ ഇറങ്ങി. ഫ്രണ്ട് ഡോറെ കൂടി കയറി കഴിഞ്ഞാൽ ഇത് ബക്കാല. ഇത് നമ്മളെ ചങ്ങായി ഇതാണ് ഷാനുബായ്. ഇത് നിങ്ങളെ പേരുന്നത് സാലി, ഷാനു. നിങ്ങൾ ഷാനുനെ? 2 ഷാനുന്നെ. അപ്പോൾ ബക്കാല നല്ല രാത്രി 1 മണി, ചിലപ്പോൾ 1:30 മണി ഒക്കെ ഉണ്ടാവും. രാവിലെ 9 മണിക്ക് ഓപ്പൺ ആവും. ഇപ്പോൾ സാധനം ഫുള്ള് വന്നിട്ട് ലോഡാക്കുക അവർ. അപ്പോൾ നമുക്ക് ഏതായാലും പുറത്തിറങ്ങിയിട്ട് ഹായ് നമുക്ക് വിടാം. നല്ല അടിപൊളി വൈബ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങൾ അതിനകത്ത്, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇതെല്ലാം ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ടല്ലോ, ഫുള്ള് പുതിയ വില്ലകളാണ്. ആ ഭാഗത്തെല്ലാം വന്നിട്ടുള്ള വില്ലകൾ. അതിൻ്റെ ബാക്കിലെല്ലാം കടലാണ്. കടലും നല്ല രസമുള്ള വൈബുള്ള സ്ഥലമാണ്. ഇതാണ് പള്ളീൻ്റെ മുമ്പിൽ തന്നെ ഒരു ഗാർഡന്. പക്ഷേ ആ ഇതുണ്ടല്ലോ, പിന്നെ ജമ്പിങ്ങിന് കുട്ടികൾക്ക് കളിക്കുക, അത് വീക്കെൻഡ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. വ്യാഴം വെള്ളി മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ശനിയാഴ്ച ഇല്ല. എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടേക്ക് തന്നെ വിടാം. ഫുള്ള് സാധനം ഫുള്ള് ലോഡാക്കി. അതിലിപ്പോൾ സാധനം ഫുള്ളാണ്. ഇതൊക്കെ റിയാദിന് വന്ന വണ്ടി. നമ്മളത് മാത്രമേ ദമാം വന്നു, ബാക്കിയുള്ള റിയാദിന്. ഫുള്ള് സാധനം ലോഡാക്കി കൊണ്ടിരിക്കാം. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ ഇതായിരുന്നു കേട്ടോ അംബാജി റിസോർട്ടിലെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും.
അമ്പാജി റിസോർട്ട്, അമ്പാജി ഐലൻഡൊക്കെ മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള മറ്റേ ജെറ്റ്സ്കീൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ആ വീഡിയോയിൽ കാണിച്ചില്ലേ. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്ര റേറ്റും കാര്യം കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ റിസോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. റിസോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റും നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. റിസോർട്ട് അതായത് ഫാമിലികൾക്ക് വരുന്നുണ്ട്, മലയാളി ഫാമിലി ഇഷ്ടംപോലെ വരുന്നുണ്ട്, പാർട്ടിയൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്ത് വരാൻ താല്പര്യമുള്ളവർ വരാം. അത് ദമാമെന്ന് 70 കിലോമീറ്ററാണ് ഇവിടത്തേക്ക് വരാനുള്ളത്. പിന്നെ അല്ലസേന്ന് വരെ റിയാദിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ദമാമിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ നമുക്ക് റൈറ്റ് കട്ടായി അത് ലൊക്കേഷൻ ഇട്ട് അമ്പാജി റിസോർട്ട്സ് ലൊക്കേഷൻ്റെ കറക്റ്റ് എടുത്തേക്ക് എത്തും. അപ്പോൾ അങ്ങനെ റിയാദിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ വരാം. ദമാമിൽ നിന്നാണെങ്കിൽ 70 കിലോമീറ്ററാണ് ദമാമിൽ നിന്ന് വരുന്നവർക്ക്. അപ്പോൾ മലയാളികൾക്ക് ഇഷ്ടംപോലെ മലയാളികളുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വില്ലുണ്ടല്ലോ, ഇതിൽ ഫുള്ള് മലയാളികളാണ്. അതേതോ കമ്പനീൻ്റെ സ്റ്റാഫാണ് അത്. കമ്പനി അവർ അക്കോമഡേഷൻ കൊടുത്തത് നല്ല സെറ്റപ്പിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്ത് അഭിപ്രായമാണ് അങ്ങനെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഫിലിപ്പീൻസിലാണുള്ളത്. ഒരു ഫിലിപ്പീൻ അപ്പുറം നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ചായ കുടിച്ച് കാറ്റ് കൊണ്ട് ആൾക്കാർക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി. ഫുഡ് കോർട്ടിൽ ഫുൾ ആക്റ്റീവായിട്ടുണ്ട്. ഫിലിപ്പീൻസ് തന്നെ, വേറെ നാട്ടാരൊന്നുമില്ല. ഇന്ന് ഫിലിപ്പീൻസിൻ്റെ ഫുഡ് തന്നെ ഇതിനകത്ത് അധികം ഉള്ളതെന്ന് തോന്നുന്നു. പബ്ലിക്ക് കുറവാണ്. നമുക്ക് താഴെ പുറത്ത് സൂക്കിൽ എങ്ങനെ നോക്കാം, പുറത്ത് സൂക്കിലെ അവസ്ഥ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ സ്ട്രീറ്റ് നോക്കാം. സ്ട്രീറ്റ് പിന്നെ ആക്റ്റീവായിട്ടുണ്ടാവും തോന്നുന്നു. അതായത് ഓരോ സ്ട്രീറ്റ് ഉണ്ട്. ഫസ്റ്റ് സ്ട്രീറ്റ്, സെക്കൻഡ് സ്ട്രീറ്റ്, അങ്ങനെ കുറേ സ്ട്രീറ്റ് ഉണ്ട്.